ഹായ് ഓൾ KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണ് ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. ഇന്നലെ കാണിച്ചത് രേവതി മാല ഉണ്ടാക്കാൻ വേണ്ടി പൂവ് ഓർഡർ ചെയ്തിട്ട് പൂവ് വന്നതാണ്. അപ്പോൾ ആ പൂവ് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ചന്ദ്ര പറയുകയാണ്, മുറി ആദ്യം ഡെക്കറേറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം നീ മാല കെട്ടിയാൽ മതിയെന്ന്. അത് പറ്റില്ല അമ്മേ, ഞാൻ ക്യാഷ് തരില്ലെന്ന് കരുതിയിട്ടാണോ അത് പറ്റില്ല എന്ന് പറയുന്നത്? എനിക്ക് നിൻ്റെ ഓശാരമൊന്നും വേണ്ട, എത്രയാണെന്ന് പറഞ്ഞോ ഞാൻ തരാം. കാശിന് വേണ്ടിയല്ല അമ്മേ ഞാൻ പറഞ്ഞത്. ദിവസവും വരുന്ന കസ്റ്റമേഴ്സിന് മാല കെട്ടിക്കൊടുത്തില്ലെങ്കിൽ മോശം പേര് വരും. ഓ പിന്നെ 100 വർഷം പഴക്കമുള്ള പാരമ്പര്യ ബിസിനസ്സല്ലേ, മോശം പേര് വരും പോലും. വേണമെങ്കിൽ 10-20 രൂപ കൂട്ടിത്തരാം. പൂക്കൾ എനിക്ക് വേണം. അപ്പോഴാണ് അച്ഛമ്മ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത്. അച്ഛമ്മ വിളിച്ചു, ചന്ദ്രേ എന്താ പ്രശ്നം? ഒന്നുമില്ല അമ്മേ. ശ്രുതിക്കൂ ഇന്ന് ശാന്തി മുഹൂർത്തമല്ലേ, അപ്പോൾ മുറി അലങ്കരിക്കാൻ പൂക്കൾ വേണമെന്ന് പറഞ്ഞതാ. അപ്പോൾ അച്ഛമ്മ ചോദിക്കാണ്, നല്ല നേരം എപ്പാ? രാത്രി 9 മണി മുതൽ 10 മണി വരെ. അപ്പോൾ അച്ഛമ്മ പറയാണ്, അങ്ങനെയാണെങ്കിൽ 2 മുറിയും കൂടി അലങ്കരിച്ചേക്ക്. അപ്പോൾ ചന്ദ്ര ചോദിക്കാണ്, എന്തിനാ 2 മുറി? ശ്രുതിയുടെ മുറി അലങ്കരിച്ചാൽ മതിയല്ലോ. അപ്പോൾ അച്ഛമ്മ പറയാണ്, സച്ചിയുടെയും രേവതിയുടെയും കൂടി ഇന്ന് ശാന്തി മുഹൂർത്തം നടക്കണം. അച്ഛമ്മ അതും പറഞ്ഞ് പോകുമ്പോൾ ചന്ദ്ര കൂടെ തന്നെ പോയിട്ട് പറയാണ്, അമ്മ എന്തായി പറയുന്നത്? ശ്രുതിയുടെ വിവാഹമല്ലേ ഇന്ന് നടന്നത്, അപ്പോൾ ഇന്ന് അവരുടെ അല്ലേ ശാന്തി മുഹൂർത്തം വേണ്ടത്? ഇന്ന് അവരുടേത് മാത്രം മതി അമ്മേ. അപ്പോൾ അവർ പറയാണ്, രേവതിയുടെയും സച്ചിയുടെയും വിവാഹം നടന്നിട്ട് എത്രയായി? ഇന്ന് അവരുടെയും നടത്തണം. എത്ര എന്ന് വിചാരിച്ചിട്ടാ നീട്ടിവെക്കുക? അതല്ല അമ്മേ, 2 ജോഡികൾക്ക് ഒരേ ദിവസം ശാന്തി മുഹൂർത്തം നടത്തിയാൽ 1 ജോഡിക്ക് മാത്രമേ നല്ല ജീവിതം ഉണ്ടാവുമെന്ന് മുതിർന്നവർ പറഞ്ഞിട്ടില്ലേ? മുതിർന്നവരുടെ വാക്കുകൾക്ക് മര്യാദ കൊടുക്കുന്നവളാ നീ? അമ്മേ, ഒഴിവ് കഴിവുകൾ ഒന്നും നീ പറയണ്ട. ഇന്ന് അവരുടെയും ശാന്തി മുഹൂർത്തം നടന്നിരിക്കും. അത് പറ്റില്ല അമ്മേ, അവർക്ക് വേറെ നാൾ കുറിക്ക്. സച്ചിക്ക് ഇതിൽ താല്പര്യമൊന്നുമില്ല, പിന്നെ അമ്മ എന്തിനാ വാശി പിടിക്കുന്നത്? ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ ഓടിപ്പോകും. അച്ഛൻ പറയാണ്, എവിടെയും പോവില്ല, ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കും. അവർ കുറച്ച് നാളുകൾ കൂടി കാത്തിരിക്കട്ടെ അമ്മേ. അമ്മയ്ക്കെന്താ ഇത്ര ധൃതി? ഞാൻ നാട്ടിൽ നിന്ന് വന്നത് അവരുടെയൊക്കെ ചടങ്ങുകൾ നടത്താനാ. അത് നടത്തിയിട്ട് വേണം നാട്ടിലേക്ക് മടങ്ങാൻ. ഈ വീട്ടിൽ ആദ്യം വന്നു കയറിയ മരുമകൾ രേവതിയാ, അത് നീ മറക്കണ്ട. അയ്യോ മറക്കില്ലേ, ഇവള് വന്നു കയറിയത് കൊണ്ടാണല്ലോ വീട് മുടിയാൻ തുടങ്ങിയത്. ഇനി ഒന്നായിട്ട് ജീവിക്കാനും കൂടി തുടങ്ങിയാലേ സച്ചിക്ക് എന്തൊക്കെ സംഭവിക്കുമോ ആവോ. അത്രയ്ക്ക് രാശി കെട്ടവളാ ഇവള്. അപ്പോൾ അച്ഛമ്മ, നിർത്തടി. പല തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രേവതിയെക്കുറിച്ച് അങ്ങനെ പറയരുതെന്ന്. ആ അഹങ്കാരം തലേ കയറിയോടി നിനക്ക്. ഇത്രയും നാൾ പെറ്റ മകനോടായിരുന്നു പോര്, ഇപ്പം അവൻ്റെ ഭാര്യയോടായി. നിന്നെ എന്ത് വേണമെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞത് നടന്നിരിക്കും. അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, അവർക്ക് വേറൊരു ദിവസം കുറിക്ക്. ചന്ദ്രേ, രേവതി അച്ഛമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അച്ഛമ്മേ എന്താ മോളെ, ഇന്ന് നമ്മൾ ശാന്തി മുഹൂർത്തം നടത്തണ്ട അച്ഛമ്മേ. എന്താ മോളെ, നീ എന്താ അങ്ങനെ പറയുന്നേ? എനിക്ക് വേണ്ട. എന്നെക്കുറിച്ച് അമ്മ പറഞ്ഞത് കേട്ടില്ലേ? കുറ്റപ്പെടുത്തുന്നതിനും അപമാനിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ഇവളെ വിട്, ഇവക്ക് ഇത് തന്നെയാണല്ലോ ജോലി. വേണ്ട അച്ഛമ്മേ, മുറിയൊക്കെ അലങ്കരിച്ച് 2-3 തവണ ഞാൻ ഒരുങ്ങി നിന്നതല്ലേ, കടകളിലെ ബൊമ്മയെപ്പോലെ. വെറുതെ വേഷം കെട്ടി നിന്നു, ഒന്നും നടന്നില്ല. എല്ലാവരും എന്നെ പരിഹാസത്തോടെയാണ് നോക്കുന്നത്, ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ. അങ്ങനെയൊന്നും ഇല്ല മോളെ. വേണ്ട അച്ഛമ്മേ, ഒരു കോമാളിയാവാൻ എനിക്ക് വയ്യ. അവർക്ക് നടക്കേണ്ടത് നടക്കട്ടെ, ദൈവം ഒരു നാൾ വിധിക്കുമല്ലോ, അന്ന് നമ്മളെ ശാന്തി മുഹൂർത്തം നടക്കട്ടെ. ഇതൊന്നും നടന്നില്ലെങ്കിലും അദ്ദേഹം എൻ്റെ ഭർത്താവല്ലാതാകുന്നില്ലല്ലോ. എൻ്റെ എല്ലാമാണ് അദ്ദേഹം. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. വിട്ടേക്കച്ചമ്മേ എന്ന് പറഞ്ഞവൾ പോയി. അവൾ തന്നെ പറഞ്ഞല്ലോ വേണ്ടെന്ന്, പിന്നെ അമ്മയ്ക്കെന്താ? അപ്പോഴേക്കും ശ്രുതിയും അവിടെ എത്തി. അപ്പം അച്ഛമ്മ പറയാണ്, നിൻ്റെ ഇഷ്ടം പോലെ നടക്കണം എന്നുള്ള വാശിയാ നിനക്ക്. നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, എത്ര നാൾ നീ ഇങ്ങനെ ആടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് അച്ഛമ്മ പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ആൻറ്റി, അവരുടെ ഫസ്റ്റ് നൈറ്റ് ഇതുവരെ കഴിഞ്ഞില്ലേ? പേരിന് നടന്ന കല്യാണമല്ലേ മോളെ, പിടിച്ച് കെട്ടിച്ചതാണ് അവനെ. എങ്ങനെ നടക്കാനാ? അപ്പോൾ ശ്രുതി പറയാണ്, അവരുടെ വിവാഹമല്ലേ ആദ്യം നടന്നത്, അവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കട്ടെ, നമ്മളത് പിന്നെ നീട്ടി വെക്കാം.
അപ്പോൾ ശ്രുതി ഇടപെട്ടു. ആ ശ്രുതി, താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീട്ടി വയ്ക്കാനൊന്നും പറ്റില്ല. നമ്മളെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് തന്നെ നടക്കണം എന്നേ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് അവളെയും കൂട്ടി പോകാൻ വേണ്ടി പോകുന്ന. അപ്പോൾ ചന്ദ്ര പിടിച്ചു വെച്ചു. നിൽക്കടാ അവിടെ, സമയമായിട്ടില്ല, നീ അവളുടെ കൈവിട്ടേ. അമ്മേ, ഞങ്ങൾ ശ്രുതി. അപ്പോൾ ചന്ദ്ര ഒറ്റ വീക്ക് വെച്ചെന്നാണ്ടല്ലോ. നീ വാ മോളെ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ചന്ദ്ര പോയി. ശ്രുതിയെ ഒരുക്കുകയാണ് ചന്ദ്ര. മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് സൂപ്പറായിട്ടുണ്ട്. ആരുടെയും കണ്ണുകൊള്ളാതിരുന്നാൽ മതി. അങ്ങനെ അവളെ ഒരുക്കിയിട്ട് സ്റ്റാർ കേസിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് പറയാണ്, രേവതി പാല് കൊണ്ടാ? ആ അതാ വരുന്നു. പാലും ഗ്ലാസ്സും ശ്രുതിയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി രേവതി നീട്ടിയപ്പോൾ ചന്ദ്ര പറയാണ്, വേണ്ട, ഞാൻ കൊടുത്തോളാം, ഇങ്ങോട്ടാ. നീ പോക്കോ, പോകാനല്ലേ പറഞ്ഞേ? ആ മോളെ പാല് എന്ന് പറഞ്ഞ് അവളുടെ കൈ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവൾ കാലൊക്കെ തൊട്ട് വന്നിക്കാണ്. അയ്യോ, എന്താ മോളെ ഇത്? എന്നെ ആശീർവദിക്കാൻഡി. അല്പം മാറി നിന്നിട്ട് രേവതി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദിയുണ്ട് ആൻറ്റി, എനിക്കിങ്ങനെ ഒരു ജീവിതം തന്നതിന്. എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്കെല്ലാം ചെയ്തു തന്നതിന് താങ്ക്സ് ആൻറ്റി. ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യ നിന്നെപ്പോലൊരു മരുമകൾ ഈ വീട്ടിൽ കയറി വന്നത്. സ്വന്തമായി ബ്യൂട്ടി പാർലർ നടത്തുന്നു, വലിയ വീട്ടിലെ പെണ്ണ്. നിന്നെ മരുമകളായി കിട്ടിയതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല മോളെ. ദാ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പാല് കൊടുത്തു. എന്നിട്ട് ചന്ദ്ര പറയാണ്, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും നിനക്കൊരു കുഞ്ഞ് പിറന്നിരിക്കണം. എനിക്കൊരച്ഛമ്മയാവാൻ കൊതിയുണ്ട്. ചെല്ലു മോളെ എന്ന് പറഞ്ഞ് അവളെ മുകളിലേക്ക് അയച്ചു. ഇതൊക്കെ കണ്ട് വിഷമിക്കുകയാണ് രേവതി. മുറിയിൽ ശ്രുതി കാത്തിരിക്കുകയാണ്. ശ്രുതി പാലുമായി മെല്ലെ മെല്ലെ നടന്നു വരികയാണ് സന്തോഷത്തോടെ. അവൻ ബെഡിൽ നിന്നും ഒന്ന് ചിരിച്ച് എണീറ്റ് പോയി. കഥകടച്ച് കുറ്റിയിട്ടു. അവൻ അവളടുത്ത് ചോദിക്കുകയാണ്, എന്താ വൈകിയേ? എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ആൻറ്റിയുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. സംസാരിക്കാൻ വേറെ എത്ര സമയം കിടക്കുന്നു? ഈ സമയം തന്നെ വേണോ? അവൾ പാല് നീട്ടിയിട്ട് പറയാണ്, പാല് കുടിക്കേ, എന്നിട്ട് പകുതി എനിക്ക് താ. ആ, ഒരു നിമിഷം എന്ന് പറഞ്ഞ് അവൻ പാല് വാങ്ങിയിട്ട് മേശപ്പുറത്ത് വെച്ചു. താനിരിക്ക് എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു കൊണ്ടുപോയി ബെഡിൽ ഇരുത്തി. എടോ, തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, സുന്ദരിയാ താൻ. അവൾക്ക് ചിരി വന്നു. എന്താ ചിരിക്കുന്നേ? നാണാവുന്നു. നാണോ? ഇത്രയും നാളും ഇതെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചേ? എനിക്കറിയില്ല. ഇപ്പോൾ പെട്ടെന്ന് എന്തോ പോലെ ഇരിക്കുന്നു. അവൾ വീണ്ടും അവിടെ നിന്ന് എണീറ്റ് പോയി. അപ്പോൾ അവൻ പോയി പിടിച്ചിട്ട് പറയാണ്, എടോ, എന്തൊരു നാണാ ഇത്? താൻ മലേഷ്യൻ സിറ്റിയിലൊക്കെ വളർന്നതാണ് എന്നല്ലേ പറഞ്ഞത്? സാധാരണ ഈ നാണമൊക്കെ ഗ്രാമീണ പെൺകുട്ടികളിലേ കാണാറ്. അതെന്താ, സിറ്റിയിലെ പെൺകുട്ടികൾക്കും നാണം വന്നൂടെ? അവൻ്റെ രണ്ട് കവിളത്തും അവൾ പിടിച്ച് നല്ല പിച്ചു കൊടുത്തു. അതും ചെയ്ത് മാറി നിന്ന് അവളെ പിന്നിൽ നിന്നും അവൻ പോയി പിടിച്ച് രണ്ട് കൈ കൊണ്ടും പിടിച്ച് കെട്ടിപ്പിടിച്ചു. പിന്നെ കാണിക്കുന്നത് സച്ചി വരുന്നതാണ്. ഇതാ സച്ചി താഴെ എത്തിയിട്ടുണ്ട്. സച്ചി ചോദിക്കാണ് രേവതിയോട്, ഇതെന്താ ഇവിടെ എന്താ സൈലൻ്റായി കാണുന്നേ? ആരെയും കാണുന്നില്ലല്ലോ. പുതിയ പെണ്ണും ചെറുക്കനൊക്കെ എവിടെ പോയി? രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഓടിപ്പോയാ? ഏയ്, രണ്ടുപേരും മുറിയിലുണ്ട്. ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തമല്ലേ? ഇപ്പോഴാ അമ്മ രണ്ടുപേരെയും പാലും കൊടുത്ത് മുറിയിലേക്ക് അയച്ചത്. ഓ ഓ ഓ ഓ ഓ, അങ്ങനെ ശാന്തി മുഹൂർത്തം. എന്ത് കണ്ടിട്ടാണാവോ ആ പെണ്ണിവനെ കെട്ടിയത്? വലിയ ബുദ്ധിശാലിയാണെന്ന് പറഞ്ഞ് നടക്കും, ഒന്നിനും കൊള്ളത്തില്ല. ഇന്ന് രാത്രി മുഴുവൻ ആ പെണ്ണിനോട് അവൻ കത്തിയടിക്കും. അവനാണ് വലിയ ബുദ്ധിശാലി എന്ന രീതിയിൽ സംസാരിക്കും, സ്വയം പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. സാഹി കെട്ട് ആ പെണ്ണ് ഇന്ന് രാത്രി തന്നെ ഓടിപ്പോകും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പരസ്പരം അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് കെട്ടിയതല്ലേ അവർ. ആ ഇഷ്ടമൊക്കെ ഇന്ന് രാത്രി തന്നെ അവസാനിക്കും. നീ കണ്ടോ, നാളെ രാവിലെ ആ പെണ്ണ് ഇവിടെ ഉണ്ടാവില്ല. ഏയ്, ചുമ്മാ ഓരോന്നും പറയാതെ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ആയിക്കോട്ടെ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയും ശ്രുതിയെയാണ്. ശ്രുതി പറയാണ്, പാല് കുടിക്കാം, ആറിക്കാണും. ശ്രുതി, അതവിടെ ഇരിക്കട്ടെ, എല്ലാം മുറ പോലെ വേണം. അവൾ പാലെടുത്ത് കാണിച്ചിട്ട് പറയാണ്, പാല് കുടിക്കണം ശ്രുതി, കുടിച്ചിട്ട് ബാക്കി എനിക്ക് താ. എടോ, ഇതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാ, നമുക്ക് ഈ പാലൊന്നും വേണ്ട തന്നേ എന്ന് പറഞ്ഞിട്ട് അവൻ പാല് വാങ്ങിയിട്ട് വീണ്ടും മേശപ്പുറത്ത് വെച്ചു. താനിങ്ങോട്ട് ഇരുന്നേ എന്ന് പറഞ്ഞ് അവളെ ബെഡിൽ ഇരുത്തി. നമുക്ക് വേണ്ടത് പുതിയ സ്റ്റൈലാ. എൻ്റെ റേഞ്ചിന് പറ്റിയത് ഇംഗ്ലീഷ് സ്റ്റൈലാ. ഇംഗ്ലീഷ് സ്റ്റൈലോ? ആ, വെയിറ്റ് ചെയ്യ്. അവൻ മുറിയിൽ നിന്ന് തന്നെ ഒരു കപ്പ് ഐസ്ക്രീം എടുത്ത് ടണ്ടടേന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വേറെയും പുറകെ വരും.
ഇത് ഐസ്ക്രീമാണോ അതോ പാലാണോ? അയ്യോ, വാങ്ങുമ്പോൾ ഇത് ഐസ്ക്രീമായിരുന്നു, ഇപ്പോൾ ഇത് മിൽക്ക് പോലെയായി. ഈ ഐസ്ക്രീം എന്നെപ്പോലെ തന്നെ വെയിറ്റ് ചെയ്ത് ഉരുകിയതാ. ആ, സാരമില്ല, ഞാൻ സ്നേഹത്തോടെ തരുന്നതല്ലേ. ഞാൻ താഴെ കുത്തിയിരിക്കുന്ന രീതിയിൽ ഇരുന്നിട്ട് അവൾക്ക് നീട്ടുകയാണ്. ഇതാ, താൻ കഴിച്ചോ. അവൾ അത് വാങ്ങിച്ച് അതിൽ നിന്നും ഒരു സ്പൂൺ എടുത്ത് അവനിക്ക് തന്നെ നീട്ടി. അത് അവൻ വാങ്ങിച്ച് ഒരു സ്പൂൺ അവൾക്കും കൊടുത്തു. പിന്നെ താഴെ സച്ചി ഫുഡ് കഴിച്ചിട്ട് കൈയൊക്കെ തുടക്കുകയാണ്. അവിടേക്ക് അച്ചമ്മ വരികയാണ്. നീ എന്താടാ വൈകിയേ? ഒരു ലോങ് ട്രിപ്പ് ഉണ്ടായിരുന്നു അച്ചമ്മേ. ഭക്ഷണം കഴിച്ചോ നീ? ആ, കഴിച്ചു. ഓളോ? ആ, ഞങ്ങൾ ഒരുമിച്ചാണ് കഴിച്ചത്. ആ, അച്ചമ്മയ്ക്ക് സന്തോഷമായില്ലേ മൂത്ത പേരക്കുട്ടിയുടെ കല്യാണം ഭംഗിയായിട്ട് നടന്നതിൽ? കല്യാണം കഴിഞ്ഞതിൽ സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വന്ന കാര്യം ഇതുവരെ നടന്നില്ലല്ലോ. ആ, അതെന്ത് കാര്യം അച്ചമ്മേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ശാന്തി മുഹൂർത്തം നടത്താൻ നാളും കുറിച്ച് വന്നതല്ലേ ഞാൻ. അത് നടന്നില്ലല്ലോ. ഇന്ന് നടത്താമെന്ന് കരുതിയതാ. ആ ആട്ടക്കാരി ഇല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് അതും നശിപ്പിച്ചു. അവൾ പറഞ്ഞത് കേട്ട് രേവതി ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു. അവളുടെ മനസ്സിന്ന് ശരിയല്ല. പൂർണ്ണ മനസ്സോടെ അല്ലാതെ അത് നടത്തിയാൽ എന്ത് സന്തോഷം ഉണ്ടാകുക. അതുകൊണ്ട് ഞാനും കൂടുതൽ നിർബന്ധിച്ചില്ല. നന്നായി, നല്ല കാര്യം, വളരെ നന്ദി അച്ചമ്മേ. നീ സന്തോഷിക്കുകയാണല്ലേ? എത്ര നാളിങ്ങനെ പോവടാ? എന്താ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. അച്ചമ്മ പോയി കിടന്നേ, എനിക്കും ഉറങ്ങണം. ചെല്ല്. നീ അവിടെ നിന്ന് അങ്ങനെ നീ ഇന്ന് ഉറങ്ങണ്ട. താലിമാറ്റൽ ചടങ്ങൊഴികെ വേറെ ഒരു ചടങ്ങും നിങ്ങളെ നേരാമണ്ണം നടത്താൻ പറ്റിയിട്ടില്ല. സുധിയുടെ കല്യാണം നോക്ക്, ഒരു കുറവും ഇല്ലാതെ ഭംഗിയായിട്ട് നടന്നില്ലേ? അവർ ചെയ്തതുപോലെ കുടത്തിന്ന് മോതിരെടുക്കലും പപ്പടം തലയിൽ വെച്ച് പൊട്ടിക്കലും ഒന്നും നിങ്ങളെ നടന്നിട്ടില്ല. ആ ചടങ്ങൊന്നും അന്ന് നടന്നിട്ടില്ല. ആ സച്ചി, അത് നടക്കാത്ത നല്ല കാര്യമായി. അതൊക്കെ വിട്ടേക്കച്ചമ്മേ. അതൊക്കെ നിങ്ങൾ ചെയ്ത് കാണണമെന്ന് അച്ചമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്. അതൊക്കെ കുട്ടിക്കളി അച്ചമ്മേ, നമുക്കത് വേണ്ട. പിന്നെ അതൊക്കെ തലമുറകളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതൊന്നും കുട്ടിക്കളിയല്ല. എല്ലാത്തിനും ഒരു വിശ്വാസവും കാരണവും ഉണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ വഴക്കൊക്കെ ഉണ്ടാകും. എന്നാലും സന്തോഷത്തോടെ ജീവിക്കാൻ ഒരാൾക്ക് ഒരാൾ വിട്ടുകൊടുത്തേ പറ്റൂ. ഈ ചടങ്ങ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതാ. നിങ്ങൾ കുടത്തിലെ മോതിരെടുക്കാൻ വാശിയോടെ ശ്രമിക്കും. ഒടുക്കം ഒരാൾക്ക് മോതിരം വിട്ടുകൊടുക്കും. ജീവിതത്തിൽ ആരാണ് വിട്ടുകൊടുക്കുക എന്ന് ഈ ചടങ്ങിൽ മനസ്സിലാവും. ഇതുപോലെ ഓരോ ചടങ്ങിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഓ, മനസ്സിലായേ? നിങ്ങൾ രണ്ടുപേർക്കും ഈ ചടങ്ങ് ഇപ്പം ചെയ്യണം. അച്ചമ്മേ, എന്തിനാ ഇപ്പം അതൊക്കെ? വേണം. അമ്മ സച്ചിയുടെ രണ്ട് കവിളിൽ നുള്ളിയിട്ട് പറയാണ്, എൻ്റെ കണ്ണല്ലേ, എൻ്റെ മുത്തല്ലേ, അച്ചമ്മയ്ക്ക് വേണ്ടി ചെയ്യടാ. അച്ചമ്മയുടെ ആഗ്രഹമല്ലേ. അപ്പോൾ രേവതി വന്നിട്ട് പറയാണ്, അടുത്ത് വന്നിട്ട്, അച്ചമ്മയുടെ ആഗ്രഹമല്ലേ. ആഹാ, അപ്പോൾ നിനക്കും ഓക്കെയാ? ആ, പകൽ അവർ ചെയ്തത് കണ്ടപ്പോൾ ഞാനും അറിയാതെ ആഗ്രഹിച്ചു പോയി. രേവതി പറയുന്നത് കേട്ടില്ലേ? അവൾക്ക് ആശയുണ്ട്. ശരി ശരി, വേണ്ടത് ചെയ്. മുത്തശ്ശി രണ്ട് കവിളും വലിച്ചിട്ട് പറയാണ്, എൻ്റെ പൊന്നു മോനെ ഉമ്മ. ഞാൻ പോയി കുടത്തിൽ വെള്ളം എടുത്തിട്ട് വരാം. ഏയ്, വേണ്ട വേണ്ട വേണ്ട, ഞാൻ അച്ചമ്മ പോണ്ട, ഞാൻ പോയി എടുത്തു വരാം. ഈ വയസ്സാം കാലത്ത് കുടം എടുത്തിട്ട് ഈ ഇടുപ്പിൽ വെച്ചാൽ ഇടുപ്പിൻ്റെ കാര്യം എന്താവും? ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. രേവതി വിലക്കി. ഏയ് വേണ്ട, ഞാൻ എടുത്തിട്ട് വരാം. ഏയ് വേണ്ടാന്ന്, ഞാൻ എടുത്തിട്ട് വരാം. ശക്തിമാൻ. എടാ, കുടത്തിലെ വെള്ളത്തിൽ മഞ്ഞൾ കലക്കണേ. ഓ, ആയിക്കോട്ടെ. ഞാനെന്നാ പോയിട്ട് പപ്പടം പൊരിച്ചിട്ട് വരാം, രേവതി പറഞ്ഞു. അപ്പം അച്ഛമ്മ പറയാണ്, അതൊക്കെ ഞാൻ പോയി പൊരിച്ചിട്ട് വരാം. മോളിവിടെ നിൽക്ക്. വേണ്ട അച്ഛമ്മേ, ഞാൻ ചെയ്തോളാം അച്ഛമ്മേ. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവൾക്കൊരു കവളത്തിൽ നുള്ളും കൊടുത്തിട്ട് അച്ഛമ്മ പോയി. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയും ശ്രുതിയെയുമാണ്. ശ്രുതി നെർവസായോ? ഏയ്, എന്തിന്? ഞാൻ എക്സൈറ്റഡാ. നമ്മുടെ ലൈഫ് തുടങ്ങാൻ പോവുമല്ലേ. അവൻ പതിയെ പോയിട്ട് അവളുടെ കൈ പിടിക്കുകയാണ്. അവൾ പറയാണ്, സച്ചിയുടെയും രേവതിയുടെയും വിവാഹം മുമ്പേ കഴിഞ്ഞതല്ലേ. അവരുടെ ഫസ്റ്റ് നൈറ്റ് ഇതുവരെ നടന്നില്ലേ? അത് നടന്നാലും നടന്നില്ലെങ്കിലും നമുക്കെന്താ? അതിനെക്കുറിച്ച് പറഞ്ഞ് സമയം കളഞ്ഞ് നമ്മുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ സമയം കളയരുത്. പിന്നെ ശ്രുതി പറയാണ്, കഴിഞ്ഞ മാസം കറണ്ട് ബില്ല് കൂടിയതിന് അച്ഛൻ വഴക്ക് പറഞ്ഞിരുന്നു. അയ്യോ, ലൈറ്റാണൊക്കെയല്ലേ, എനിക്ക് ഇരുട്ടിനെ ഭയോ. ഞാൻ ഉറങ്ങുമ്പോൾ ചെറിയൊരു പ്രകാശമെങ്കിലും വേണം, അല്ലെങ്കിൽ ജനൽ തുറന്നിടണം. ഇന്നത്തെ രാത്രി ജനലൊന്നും തുറന്നിടാൻ പറ്റില്ലല്ലോ. എനിക്ക് ലൈറ്റ് വേണം, അത്രയല്ലേ ഉള്ളൂ. നല്ല ലൈറ്റ് വരും ഇതിനകത്ത്. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്.
ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇംഗ്ലീഷ് സ്റ്റൈലാണ് നമ്മളെ ഫസ്റ്റ് നൈറ്റ് ആരംഭിക്കുന്നതെന്ന്. 2 പേര് ചിരിച്ചു. എന്നിട്ട് പറയാണ്, അതേ താൻ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. ചെല്ലേ. അവൾ അത് കേട്ടപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.